കണ്ണൂർ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത പ്രദേശങ്ങൾ അപകട ഭീഷണിയിലാണ്. കണ്ണൂർ കുറുവയിൽ മതിലിടിഞ്ഞ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. വീട്ടിൽ നിറച്ചും വെള്ളവും മണ്ണും തന്നെയാണ്. ജീവിക്കാൻ തന്നെ പ്രയാസമാണ്. ഭയങ്കര പേടി, ഉറക്കില്ല. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ജില്ലയിൽ ജനജീവിതം ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ പലതും അപകട രീതിയിലാണ്. തളിപ്പറമ്പ് കുപ്പത്ത് നിരവധി വീടുകളിൽ വെള്ളവും ചെളിയും കയറി. വീടുകളുടെ അടുക്കളയിലടക്കം ചെളി നിറഞ്ഞു. കഴിഞ്ഞ കൊല്ലം നമ്മളിത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെറിയൊരു മഴത്താണ് ഇത് ഇങ്ങനെ അടിഞ്ഞുകൂടി വന്നത്. 3 വീടാണ് ഇപ്പം അപകട ഭീഷണി നേരിടുന്നത്. ഈ വീടിന് വിള്ളലുണ്ടല്ലേ? വിള്ളലുണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളില് കംപ്ലീറ്റ് വെള്ളം കയറിയിട്ടില്ലേ, മണ്ണും വെള്ളവും കയറിയിട്ടില്ലേ. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് നാഷണൽ ഹൈവേന്റെ വർക്ക് കൊണ്ട് വന്നതായി സംഭവം. അവര് 1 കിലോമീറ്റർ മുകളിലോട്ട് 1 കിലോമീറ്റർ ഇപ്പുറത്തോട്ടായിട്ട് മറ്റേ ഡ്രെയിനേജ് ഇല്ലാതെ വർക്ക് നടത്തിയതാണ് ഈ പ്രശ്നം പറ്റിയത്. ഒരു വീട്ടിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കലക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയതായും ദേശീയപാത അധികൃതരുമായി കലക്ടർ ഇന്ന് ചർച്ച നടത്തുമെന്നും തഹസിൽദാർ പറഞ്ഞു. NHന്റെ സഹായത്തോടുകൂടി നമ്മളിപ്പം വരുന്ന വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടിയുള്ള സംവിധാനം ഇപ്പം ചെയ്തത്. കാരണം പെട്ടെന്ന് നമ്മളെ വീട്ടിനകത്ത് വെള്ളം കയറുന്നതും അതുപോലെ തന്നെ ഈ വീട്ടിലെ ആൾക്കാർക്ക് അപകടവും മറ്റും ഒഴിവാക്കുവാന്നുള്ള ഒരു പ്രാഥമിക കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് വീടിനു മുകളിൽ മരം വീണു. കൊയ്യം പാറക്കാടിയിലെ മണികണ്ഠന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. കനത്ത മഴയിൽ മട്ടന്നൂരിൽ വീടിന് ഇടിമിന്നലേറ്റു. ബാവോട്ടുപാറയിലെ കൃഷ്ണമുരളിയുടെ വീടിനാണ് ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തളിപ്പറമ്പ് ഇരിട്ടി താലൂക്കുകളിൽ പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.